നരേന്ദ്രമോദി ബഫൂൺ ആണെന്നും അതുപോലെ തന്നെ ഇസ്രായേലിലെ കളിപ്പാവയാണെന്നൊക്കെയാണ് നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ഈ പറയുന്ന മാലിദ്വീപ്സിലെ ഉപമന്ത്രിയും രണ്ട് മന്ത്രിമാരും ഒക്കെ അഭിപ്രായപ്പെട്ടത്. കാരണം മാത്രമല്ല, ഒരു വംശീയ അധിക്ഷേപം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ലക്ഷദ്വീപിനെ കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടായും അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് രീതിയിലുള്ള ക്യാമ്പയിനുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്താണ് നമുക്ക് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് കൂടുതൽ എന്താണ് മനസ്സിലാക്കാൻ പറ്റുക എന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം ലക്ഷദ്വീപിൽ പോയിട്ട്, ലക്ഷദ്വീപിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനെതിരെ പ്രതിവാദങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ലക്ഷദ്വീപ്, അല്ലെ? അപ്പൊ ലക്ഷദ്വീപിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി സന്ദർശിക്കുകയും ആ സന്ദർശനത്തിന്റെ ഒപ്പം തന്നെ ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങൾ അദ്ദേഹം എക്സിൽ ഷെയർ ചെയ്യുകയുണ്ടായി. കാരണം ലക്ഷദ്വീപ് ഒരു ടൂറിസം മേഖലയിലേക്ക് കുതിച്ച് കയറുന്ന കുറെ മാറ്റങ്ങളാണ് ലക്ഷദ്വീപിൽ വരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഫോട്ടോഷൂട്ട് നടക്കുകയും അത്തരം ഫോട്ടോസ് സോഷ്യൽ മീഡിയകളിലൂടെ പബ്ലിക് ആവുകയും ചെയ്യുമ്പോൾ തന്നെ ഇന്ത്യയുടെ ആ പറയുന്ന ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു ടൂറിസം പ്ലേസ് ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്തരത്തിൽ ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ച ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഈ പറയുന്ന മാലിദ്വീപ്സിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അതിനെ പിന്തുടർന്നാണ് ഒരുപാട് സോഷ്യൽ മീഡിയ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നടന്നതും അതുപോലെ തന്നെ എന്താണ് എതിർപ്പുകൾ വരികയും മാലിദ്വീപ്സ് സർക്കാർ ഔദ്യോഗികമായിട്ട് തന്നെ ഇത് ഞങ്ങളുടെ അഭിപ്രായമല്ല എന്ന് അറിയിക്കുകയും ഒപ്പം ഈ പറയുന്ന 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന മാലിദ്വീപ്സിലേക്ക് ടൂർ പോകാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. അത്തരം ടൂറിസ്റ്റുകൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. ഏകദേശം 8000-ഓളം റൂംസ് ആണ് ഈ പറയുന്ന മാലിദ്വീപ്സിലെ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുകയും അതിൽ 25,000-ഓളം ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയും ഈസി ട്രാവൽ എന്ന് പറയുന്ന വെബ്സൈറ്റുകൾ ഉൾപ്പെടെ അത്തരം വെബ്സൈറ്റുകളൊക്കെ അവരുടെ പ്രവർത്തനങ്ങളെ ഇത്തരത്തിലുള്ള മാലിദ്വീപ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ മരയിപ്പിച്ച് വെച്ചു എന്നുള്ള ന്യൂസാണ് നമുക്ക് ഏകദേശം ഒരു കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനി ഭാവിയിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി കയർക്കും. കാരണം ഗവൺമെന്റുകൾ തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലെത്തി. അതായത് എന്താ പറയുന്നത്, ഇത് മാലിദ്വീപ്സിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നില്ല. മന്ത്രിസഭയിലുണ്ടായിരുന്ന മന്ത്രിമാരുടെ അഭിപ്രായമാണ്. അതുകൊണ്ട് തന്നെ അവരെ ശിക്ഷ എന്നുള്ള രീതിയിൽ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷെ എന്നാൽ പോലും ഈ പറയുന്ന ഒരു യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലായാലും അല്ലാതെ ആയാലും ഈ ഇത്തരത്തിലൊരു യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുന്നതാണ് വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത്. മാലിദ്വീപ്സിനെതിരെ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിലുള്ള ഒരു ക്യാമ്പയിനാണ് എതിർത്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ലക്ഷദ്വീപിലേക്ക് ഒരു ലക്ഷദ്വീപിനെ ശരിക്കും എക്സ്പ്ലോർ ചെയ്യൂ എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഈ പറയുന്ന ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത ആളുകളൊക്കെ തിരിച്ച് ലക്ഷദ്വീപിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ട്വിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. മാലിദ്വീപ്സ് എന്ന് പറയുന്ന രാജ്യം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നോക്കി കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത രാജ്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് ടൂറിസവും അതുപോലെ തന്നെ മത്സ്യബന്ധനവുമാണ്. ഇത് രണ്ടുമാണ് ആ രാജ്യത്തെ മുന്നോട്ട് പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 5 ലക്ഷത്തോളം ആളുകൾ മാത്രമുള്ള ഒരു ദ്വീപ് സമൂഹമാണ് മാലിദ്വീപ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഏകദേശം ഭൂരിപക്ഷം പറയുന്ന ആ ഒരു സ്ഥലത്ത് ഭൂരിപക്ഷം വെള്ളത്തിൽ അടിപ്പെട്ട് കിടക്കുന്ന സ്ഥലം തന്നെയാണ്. ബാക്കി കുറച്ച് ഭാഗം മാത്രമാണ് ഈ കര എന്ന് പറയുന്ന സംവിധാനം വരുന്നത്. 16 ലക്ഷത്തോളം ആളുകളാണ് ഒരു വർഷം മാലിദ്വീപ്സിൽ ഈ പറയുന്ന ടൂറിസം മേഖലയിൽ മാത്രം മറ്റ് രാജ്യങ്ങളിൽ നിന്നും വന്ന് ടൂറിസത്തെ ആശ്രയിച്ചിട്ട് തിരിച്ചു പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ 16 ലക്ഷം ആളുകളാണ്. അതിൽ 2.5 ലക്ഷം ആളുകളും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകൾ തന്നെ. ഏകദേശം ദേശീയ വരുമാനത്തിന്റെ 28% ഈ പറയുന്ന ടൂറിസത്തിൽ നിന്ന് വരുന്ന വരുമാനമാണ് ഈ പറയുന്ന മാലിദ്വീപ്സിനുള്ളത്. അത്തരം ടൂറിസത്തെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു രാജ്യത്തിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു എന്താ പറയുന്ന പ്രസ്താവന ഇറങ്ങിയപ്പോൾ മുതൽ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അതിനനുസരിച്ചിട്ടുള്ള ഈ പറയുന്ന ലക്ഷദ്വീപിലേക്ക് ഇന്ത്യയിലുള്ള ടൂറിസ്റ്റുകൾ പോകുന്നു എന്നുള്ള ഒരു രീതിയിലുള്ള ക്യാമ്പയിനും കാര്യങ്ങൾ നടത്തുന്നു. ഇത് ലോകത്തുള്ള ജനങ്ങൾ മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ പറയുന്ന എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നത് ലക്ഷദ്വീപിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കൊണ്ട് സാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ മറ്റു ലോക രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും ഈ പറയുന്ന ലക്ഷദ്വീപിനെ അടുത്ത ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി കണക്കാക്കി കഴിഞ്ഞാൽ ലക്ഷദ്വീപിൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റം വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യം കൂടിയാണ്. ഇതിന്റെ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് ഈ പറയുന്ന മാൽദീവ്സിൽ നല്ല താല്പര്യമുള്ള ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞിട്ട് പോകേണ്ടിയിരിക്കുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭരിക്കുന്ന മാൽദീവ് സർക്കാരിന് ചൈനയോടാണ് കൂടുതൽ താല്പര്യം. മുൻ മാൽദീവ് സർക്കാരിന് ഇന്ത്യയോടായിരുന്നു കൂടുതൽ താല്പര്യം. കാരണം ഇന്ത്യയാണ് ഈ പറയുന്ന മാൽദീവ്സിലുള്ള ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറിൽ നിർമ്മാണം തന്നെ നടത്തിയതെന്ന് പറയാം. അവിടെ ഒരു എന്താ പറയുക മിലിറ്ററി എന്ന് പറയുന്നത് തന്നെ ഇന്ത്യ തന്നെയാണ്. അതുപോലെ തന്നെ അവിടുത്തെ വിമാനത്താവളങ്ങൾ, അവിടുത്തെ പോർട്ടുകൾ,
ഇതൊക്കെ നിർമ്മിച്ചു കൊടുത്തിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന ചൈനയ്ക്കും ആ ഒരു രാജ്യത്തിലൊരു താല്പര്യമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ചൈനയും ഇതിനകത്തൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെയായിരിക്കും മിക്കവാറും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മാലദ്വീപ്സിലെ പല ഒരു പ്രസ്താവന ഈ മന്ത്രിമാർ ഇപ്പോൾ ഉള്ള മന്ത്രിമാരൊക്കെ പ്രസ്താവന നടത്തുന്നതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് എതിർത്ത് രീതിയിലാണ് പല പ്രസ്താവനകളും വന്നുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഈ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.